ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളും? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് ഗോവയ്ക്ക കിട്ടിയിട്ടുണ്ട്. ഗോവയ്ക്ക കൊണ്ട് നമ്മൾ പല രീതിയിലുള്ള കറികൾ ഉണ്ടാക്കാറുണ്ട്. തോരൻ വെക്കും, മെഴുക്കിടാറുണ്ട്, അങ്ങനെ പല രീതിയിലുള്ള കറികൾ ഉണ്ടാക്കാറുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഈ ഒരു മെഴുക്ക് പുരട്ടി മാത്രം മതി നമുക്ക് വയറ് നിറച്ച് ചോറ് കഴിക്കാൻ. ഗോവയ്ക്ക നന്നായി കഴുകിയതിന് ശേഷം ഇതുപോലൊന്ന് അരിഞ്ഞെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാൻ വെച്ച് ചൂടായതിന് ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ സവോള ചെറുതായി കട്ട് ചെയ്തതാണ് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിന് പകരം ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കുക, നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് സ്വല്പം ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. സവോള ഇപ്പം നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഗോവയ്ക്ക ഇട്ട് കൊടുക്കാം. ഗോവയ്ക്ക ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി നല്ലതുപോലൊന്ന് വഴന്ന് വരണം. മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇത് വഴറ്റിയെടുക്കാം. ഗോവയ്ക്ക ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് മൂടി വെച്ച് 3-4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഗോവയ്ക്ക നല്ലതുപോലെ വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പില ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്യാം. 3-4 മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള മെഴുക്ക് പുരട്ടി റെഡിയായി. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.